ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ണൂക്കാരുടെ സ്വന്തം പത്തിരിയായ ചപ്പിൽ ചുട്ട പത്തിരിയാണ്. ഇത് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വാഴയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് അമ്മിക്കല്ലിലോ ഗ്രൈൻഡറിലോ അരച്ചെടുക്കാം. ഞാൻ ഇവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ ചോറ് വെക്കുന്ന അരി, മട്ട അരി എടുക്കരുത്, അല്ലെങ്കിൽ പത്തിരിൻ്റെ അരി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച നല്ല ചൂട് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 6 മണിക്കൂർ കുതിർത്തി വെക്കാം. ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി കുതിർന്നോ നോക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഒരു അരി എടുത്തൊന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതി. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. ദോശനാങ്കട്ടി കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരു തരിതരിപ്പും ഉണ്ടാവരുത്. ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഗ്രൈൻഡറിലോ അമ്മിക്കല്ലിലോ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സിയിലായതുകൊണ്ട് വെള്ളം ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ പത്തിരിപ്പൊടി ചേർക്കുന്നത്. ഏത് പത്തിരിപ്പൊടിയും ആവാം. നൈസ് പത്തിരിയിൽ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയും ആവാം. ഞാൻ ഇത് വീട്ടിൽ തന്നെ പൊടിച്ച പത്തിരിപ്പൊടിയാണ്. ഇനി അധികം ലൂസ് ആവാതെയും അധികം നല്ല ടൈറ്റ് ആവാതെയും ഒന്ന് കുഴച്ചെടുക്കുക. സാധാരണ പത്തിരിയെല്ലാം കുഴച്ചെടുക്കുന്നതല്ലേ കുഴച്ചെടുക്കുക. നെയ്പത്തിരിനെല്ലാം കുഴച്ചെടുക്കുന്നതല്ലേ കുഴച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ കുഴച്ചെടുക്കുക. ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസ് മതി. ഒരുപാട് കട്ടിയും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഞാൻ ഇവിടെ വാഴയില എടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകിയതിന് ശേഷം ഇത് തുടച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുക്കുക. ഈ വാഴയില ഇനി ഇത് മുറിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ മുറിച്ചെടുത്താൽ മതി. ഇത്രയും വലുപ്പം മതി ഒരു പത്തിരിക്ക്. ഇതേപോലെ എല്ലാ വാഴയിലയും മുറിച്ചെടുക്കുക. ഇലയുടെ ഈ അറ്റം ആവശ്യമില്ല. അങ്ങനെ ഞാൻ എല്ലാ ഇലയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇല എടുത്ത് വെക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ കുറച്ച് കയ്യിലും ഇലയിലും ഒന്ന് തടവി കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ചപ്പാത്തിൻ്റെ വലുപ്പത്തിനെക്കാട്ടും ഒരു ഉരുളെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക. കുറച്ച് വലുപ്പം വേണം. ചപ്പാത്തിൻ്റെ ഉരുളനെക്കാട്ടും കുറച്ച് വലുപ്പം വേണം. ഇത്രയും കട്ടിയുള്ള പത്തിരി വേണ്ടെങ്കിൽ അതിനും കുറച്ച് ചെറിയ ഉരുളെടുത്താൽ മതി. ഇനി കൈൻ്റെ ഉൾഭാഗം വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഇതേപോലെ പരത്തിയെടുക്കുക. അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് അമർത്തിയാൽ മതി. ഇങ്ങനെ ഒരു ഉരുളെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഇല വെച്ചതിന് ശേഷം ഒന്ന് പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്തെടുത്താൽ നല്ല റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. ഇനി മറ്റൊരു വാഴ എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി രണ്ടാമത്തെ പത്തിരിയും പരത്തിയെടുക്കുക. ഇതേപോലെ എല്ലാ പത്തിരിയും പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുത്താൽ മതി. ഇത്രയും കട്ടി വേണ്ടെങ്കിൽ
നൈസായിട്ട് പരത്തി കൊടുത്താൽ മതി. പക്ഷേ ഇത്രയും കട്ടിയാണ് ഇതിന് ടേസ്റ്റ്. ഇതേപോലെ എല്ലാ പത്തിരി ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ പാനാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫ്രൈ പാനും ഉപയോഗിക്കാം. പഴയ ഫ്രൈ പാനായിരിക്കണം, പുതിയത് എടുക്കരുത്. ഇനി ഓരോ പത്തിരി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 പത്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ 3 പത്തിരി വരെ ഇട്ട് കൊടുക്കലുണ്ട്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് 2 പത്തിരി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സൈഡ് ആയതിനു ശേഷം ഇല ഒന്ന് വാടിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം തീയിൽ വെച്ച് ചുട്ടെടുക്കണം. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ആവരുത്. ലോ ഫ്ലെയിമിലിട്ട് വെന്ത് വരാൻ ബുദ്ധിമുട്ടാണ്. ഇനി മുകൾ ഭാഗത്തെ ഇല എടുത്ത് കൊടുക്കുക. ഇല ഒന്ന് വാടി വരണം, നല്ല കളറ് മാറണം. ഇല അന്നേരം എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വായിലൂടെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. 2 സൈഡിലുള്ള ഇലയും മാറ്റാം. രണ്ട് സൈഡിലുള്ള ഇലയും മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് നേരം ഒരു സൈഡ് തന്നെ വെക്കരുത്. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി അത്യാവശ്യം ഇത് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കളറ് മാറി തുടങ്ങുമ്പോൾ ഇതേപോലത്തെ ഒരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടുവന്ന് കുത്തിക്കൊടുത്താൽ മതി. ആദ്യം നടുഭാഗം കുത്തിയതിന് ശേഷം സൈഡെല്ലാം ഒന്ന് കുത്തിക്കൊടുത്താൽ മതി. അന്നേരം പൊന്തി വരും, നല്ല പൊങ്ങി വരും. അല്ലെങ്കിൽ ഒരു കയ്യിൽ കൊണ്ട് കുത്തിക്കൊടുത്താൽ മതി. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ചൂട് കൂടുതലാണെങ്കിൽ ഒരു ഇല എടുത്ത് മടക്കിയതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി. ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതേപോലെ രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 3 ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഓടിന് എത്ര വലുപ്പമോ അത്രയും ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 പത്തിരിയും ഒരു ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൈഡ് ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇല ഒന്ന് കളറ് മാറണം. ഇതേപോലെ കളറ് മാറി ഇങ്ങനെ കുത്തിക്കൊടുത്താൽ മതി. ആദ്യം നടുഭാഗം കുത്തിയതിന് ശേഷം സൈഡെല്ലാം കുത്തിയെടുത്താൽ മതി.
രണ്ട് സൈഡും കുത്തിയെടുക്കണം. ഇതേപോലെ ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഒരു ഇല എടുത്ത് മടക്കിയതിന് ശേഷം ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി. അത് സൈഡൊന്ന് ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, 1 പാൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, തേങ്ങാപ്പാൽ കുറച്ച് മതി, കൂടുതൽ വേണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്യ് മെൽട്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ചൂടിന്, പത്തിരിൻ്റെ ചൂട് കൊണ്ട് ഇത് മെൽട്ടായി കിട്ടും. അതിനുശേഷം ഓരോ പത്തിരിയും ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് നേരം വെക്കരുത്, കുതിർന്നു പോകും. ഇങ്ങനെ ഒരു 3-4 പത്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടിഭാഗത്തു നിന്ന് പത്തിരി ഫസ്റ്റ് എടുത്തിട്ട് ഒരു കാസ്ട്രോളിലേക്ക് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാ പത്തിരിയും തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കാം. ഇത് കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് പത്തിരിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി കുതിർന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയുമാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വറുത്തരച്ച ചിക്കൻ കറിയും ബീഫ് കറിയോ അല്ലെങ്കിൽ മുളകിട്ട മീൻ കറി, ചെമ്മീൻ കറി എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം പത്തിരിയായ ചപ്പിച്ചുട്ട പത്തിരി ഇവിടെ റെഡിയായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പീസ്